അൻസിബയ്ക്ക് മോഹൻലാലുമായിട്ട് അവിഹിത ബന്ധം. മലയാളത്തിലെ മഹാനടനെപ്പറ്റി വരെ അവിഹിത കഥകൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ഈ AMMA. എന്താ സംഭവം? സംവിധായകനും മിമിക്രി കലാകാരനുമായിരുന്ന ആലപ്പി അഷ്റഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ AMMAയിൽ നിന്ന് അൻസിബ അനുഭവിച്ച കുറെ യാതനകൾ, എത്രയൊക്കെ യാതനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാവും നമുക്ക്. അൻസിബ ഈ AMMAയിൽ നിന്ന് എതിരില്ലാണ്ടാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? അപ്പൊ എതിരില്ലാതെ തിരഞ്ഞെടുക്കണമെങ്കിൽ അൻസിബയെ അതിലൊരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമാണെന്നും അൻസിബയ്ക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ എല്ലാത്തിലും കാണുമല്ലോ കുറച്ച് ഇത്തിൽ കണ്ണികൾ. ഇവർക്കൊന്നും അൻസിബ ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് പിടിക്കാത്തതിന് കാരണം അൻസിബയുടെ മതം തന്നെയാണ്. അവിടെ നിന്നാണ് അൻസിബയ്ക്കെതിരെ ഒരു ഗൂഢാലോചന സ്റ്റാർട്ടാവുന്നത്. അതിലിപ്പോ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും പുറത്ത് വന്നിട്ടുള്ള പേര് ടിനി ടോമിൻ്റെതാണ്. ടിനി ടോം നേരിട്ടായിരുന്നു അൻസിബയെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബാക്കി ചിലർ കൂടിയുണ്ട്. അവര് ഇരുട്ടിന്റെ മറവില് അൻസിബയെ കുറിച്ചിട്ടുള്ള അവിഹിത കഥകള്, ഗോസിപ്പുകള് ഈ ലൊക്കേഷനിലും അതുപോലെ തന്നെ അവർക്ക് അറിയുന്നവരിടത്തും ഈ അവിഹിത കഥകൾ പരത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിലായത് ഈ ആലപ്പി അഷ്റഫിന്റെ ആ വീഡിയോ കണ്ടപ്പോഴാണ്. നമുക്ക് ആ വീഡിയോന്റെ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. എല്ലാവരും ബഹുമാനിക്കുന്ന ആ നടൻ, ഉന്നതിയിൽ നിൽക്കുന്ന ആ നടന്റെ പേര് കൂടി വെളിപ്പെടുത്തണം. നമ്മളൊക്കെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഇവരുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ AMMA എന്ന പേര് മാറ്റിയിട്ട് വല്ല അയൽക്കൂട്ടം ക്ലബ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര് വെക്കണം ഇതിന്. ഇത്രയധികം മതവെറി പിടിച്ചു നടക്കുന്ന ഒരു കലാകാരന്മാരും കലാകാരികളും ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കലാകാരന്മാര് പറഞ്ഞാൽ എന്താ, അത് സിനിമയിലായിക്കോട്ടെ, കവികളായിക്കോട്ടെ, വേറെന്ത് ഫീൽഡിലുള്ള കലാകാരന്മാരൊക്കെ എങ്ങനെയാ മതത്തിനതീതമായിട്ട്, ജാതിക്ക് അതീതമായിട്ട്, കലയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ. ഇവരുള്ളിലൊക്കെ മതം കയറി വന്ന എന്തായിരിക്കും ആ കലയുടെ അവസ്ഥ? ഈ ജിഹാദി എന്ന് വിളിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, അത് അൻസിബയെ മാത്രമല്ല വിളിച്ചത്, നടി ഉഷയും വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഉഷ പറയുന്നത് കൂടി എന്താണെന്ന് നോക്കാം. അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങൾക്ക് അറിയാം. 2 ഗ്രൂപ്പാണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. ഇപ്പം 3 ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ശ്വേതാ മേനോൻ, ടിനി ടോം, അങ്ങനെ ഒരു ഗ്രൂപ്പ്, കുക്കു പരമേശ്വരൻ, നീന കുറുപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജയനും ജോയ് മാത്യു, അവർ വേറൊരു ഗ്രൂപ്പ്. നീന കുറുപ്പ് എന്നോടും പറഞ്ഞു, നീന കുറുപ്പ് സാക്ഷിയാണ് കേട്ടത്, അൻസിബ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നെയും പറഞ്ഞു ജിഹാദിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആരാണ് പറഞ്ഞതെന്നും ഇത് ആരാണ് പറഞ്ഞതെന്നും ഒക്കെ ഞാൻ ജനറൽ ബോഡിക്ക് പറയും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഭാരവാഹിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുടുംബ സംഗമത്തിന് ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോൺസർഷിപ്പ് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഒരു മതത്തിന്റെ ആൾക്കാർ, അമ്മ മതേതരമായിട്ട് എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാരുള്ളതാണ്, ഇതിനകത്തേക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നും കൊണ്ടുവരണ്ട, ഒരു ഡൊണേഷനായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാം, ശരിയല്ല എന്നുള്ള നിലപാട് എടുത്തതിന്റെ പേരിലാണ് കുട്ടിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നത്. കേട്ടല്ലോ. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു കോക്കസ് അവിടെ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ മതത്തിന്റെ പ്രശ്നം വരുന്നത് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ്. നമുക്ക് ആലപ്പി അഷ്റഫിന്റെ ബാക്കിയുള്ള വീഡിയോയും കൂടി ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം.
ഈ മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പറായ നീന കുറുപ്പിന്റെ സങ്കടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ അമ്മയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവർക്ക് സംഘടനയിലെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി പരാതി നൽകേണ്ടി വന്നു. ആ കത്തിന്റെ പൂർണ്ണ രൂപം വായിക്കാൻ പറ്റില്ല, കാരണം അതിൽ നിറയെ അശ്ലീല പദങ്ങളാണ്. എന്നാലും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ടു ദി പ്രസിഡന്റ് ആൻഡ് ദി ജനറൽ സെക്രട്ടറി. ആദരണീയ മാഡം, അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസഭ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനായാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ കോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാഞ്ഞത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റ് പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഇതൊക്കെയാണ് നീന കുറുപ്പിന്റെ കത്തിലുള്ളത്. ഇവനെയൊക്കെ എന്ത് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ആക്ച്വലി ഈ പരാതി കൊടുക്കേണ്ടത് AMMലല്ല, പോലീസ് സ്റ്റേഷനിലാണ്. സ്ത്രീത്വത്തെ അഭിമാനിക്കൽ, കയ്യേറ്റ ശ്രമം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള വകുപ്പുകളുണ്ട്. ഏതായാലും അൻസിബ പരാതി കൊടുത്തിട്ടുണ്ട്. കേസ് എടുത്തിട്ട് ഇവനെയൊക്കെ പൂട്ടേണ്ടടുത്ത് തന്നെ പൂട്ടണം. ഇപ്പോഴുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ ഭരണസമിതി വരണം. ഈ ടിനി ടോമൊക്കെ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണേ? അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരും, മെയിൻ ആയിട്ട് പ്രിയങ്ക നിങ്ങൾക്ക് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാണവും മാനവും ഇല്ലേ? ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടാ? അൻസിബയുടെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഇവരുടെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില് അൻസിബ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഇട്ട ഒരു വോയിസ് ക്ലിപ്പാണ്. അത് നമുക്ക് കേട്ടിട്ട് വരാം. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാവരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീന കുറുപ്പ് ചേച്ചി വന്നു. നീന കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ.
ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് ഇതിൽ കൃത്യമായിട്ട് അൻസിബ പറയുന്നത് പ്രിയങ്കയെയും ലക്ഷ്മിപ്രിയയാണ്. അൻസിബക്ക് കുറച്ച് മര്യാദ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ടിനിച്ചേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടിനിട്ടോം എന്ന പരനാറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇവറ്റകളൊക്കെ എങ്ങനെ വിളിക്കണം? ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം നമുക്ക് ബിഗ് ബോസിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് എന്താണ് ആക്ച്വൽ ക്യാരക്ടർ എന്നും ആക്ച്വൽ സ്വഭാവം എന്നുള്ളത്. ഈ പ്രിയങ്ക എന്ന വ്യക്തി ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരെ ഇന്റർവ്യൂ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാല് ആണുങ്ങളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക, എന്ത് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാലും ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഇതൊക്കെ അവിടെ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ്, ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്കന്റെ കളി. ആദ്യമായിട്ട് അൻസിബ ഈ പരാതിയായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ടിനി ടോമിനെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത് പ്രിയങ്കയാണ്. ടിനി ടോം അത്തരക്കാരനല്ല, അങ്ങനെയുള്ളവനല്ല, നമ്മോടൊക്കെ നല്ല പെരുമാറ്റമാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പ്രിയങ്കയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തക നിങ്ങളെ പ്രസിഡന്റിന് അയച്ച പരാതിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിൽ നിന്ന് ടിനി ടോം നല്ലൊരു വ്യക്തിയാണ്, നല്ല സംസ്കാരമുള്ളവനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ള പരനാരികളൊക്കെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യൂ? മതസ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് അൻസിബിയെ നീയൊക്കെ, ടിനി ടോമോടാണ്, നീയൊക്കെ ജിഹാദിയാക്കി, മത തീവ്രവാദിയാക്കി, അവിഹിതങ്ങൾ പറഞ്ഞു വരുത്തി. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുടെ തുടക്കം നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിലൊക്കെ ഇട്ടുണ്ടോ? ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മതസ്ഥാപനത്തിന്റെ സ്പോൺസർ വേണ്ട എന്നുള്ളത് അൻസിബ പറയുന്നു. അവിടെ നിന്നാണ് ഇവർക്കൊക്കെ ചൊറിഞ്ഞു കയറി വന്നത്. അതിനുശേഷമാണ് അൻസിബയ്ക്കെതിരെ ഇങ്ങനെയുള്ള ഗൂഢാചരണം നടക്കുകയും ജിഹാദിയാക്കുകയും മതതീവ്രവാദിയാക്കുകയും മതത്തിലെ എൻ്റെ ടിനി ടോമിന് ഡ്രൈവറെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരത്തിയത്. വേറൊരു മഹാനുണ്ട്, നേരത്തെ പറഞ്ഞ ഒരു മഹാനടൻ, അവന്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിൽ പറയുന്നുണ്ട് വിളിച്ചത്, ഇങ്ങനെയുള്ള പേര് വെട്ടിക്കളയണം എന്നാണ് ആ മഹാനടൻ പറഞ്ഞത്. മോഹൻലാലുമായിട്ട് അവിഹിതമുണ്ടെന്ന് വരെ പറഞ്ഞു പരത്തി. അവനൊക്കെ ഏതാണെന്നൊക്കെയുള്ള പുറത്ത് വരണം. ആലപ്പി അഷറഫ് ആ വീഡിയോ ചെയ്തെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ആ പേര് പറയണമായിരുന്നു. ഇപ്പോൾ ഈ മതസ്ഥാപനത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ലക്ഷ്മിപ്രിയ കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആ കേസ് കൊടുത്തതിന് ശേഷം അൻസിബ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ടിനി ടോം ഒരു മെസ്സേജ് ഉണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വായിക്കാം. ദയവ് ചെയ്ത് വ്യക്തിപരമായിട്ടുള്ള ഊള കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തീർക്കുക. സ്പോൺസർമാരുമായി കൂട്ടിക്കുഴയ്ക്കണ്ട. മലന്നു കിടന്ന് തുപ്പുന്നവർ സൂക്ഷിക്കുക. അമ്മേ സീനിയേഴ്സിനെ ഇടപെടുത്താതെ സൂക്ഷിക്കുക. ക്രോസിംഗ് യുവർ ലിമിറ്റ്. പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി പ്ലീസ് സ്റ്റോപ്പ് ദിസ് അക്കാർഡ് മെസ്സേജ് ഹിയർ. ഇപ്പോ മൊത്തത്തിൽ തീർന്നില്ലേ എൻ്റെ ടിനി ടോമെ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തന്നെ തീർക്കുന്നുണ്ട് അൻസിബ. അതായത് നിങ്ങളെ ഊളക്കേസ് പറഞ്ഞല്ലോ, അത് ലക്ഷ്മിപ്രിയന്റെ കേസാണ് ഈ ടിനി ടോം ഉദ്ദേശിച്ചത്. ആ ഊളക്കേസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തീർക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും, തീർക്കേണ്ടത് തീർക്കുകയും ചെയ്യും. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളത് അൻസിബ. അതേപോലെ സീനിയേഴ്സിനെ ഇടപെടുത്താതെ സൂക്ഷിക്കുക. അത് എന്നാ ഭീഷണിപ്പെടുത്തുകയാണോ? സീനിയേഴ്സിനെ ഇടപെടുത്തിയാൽ എനിക്ക് മമ്മൂട്ടിയോട് മോഹൻലാലിനോട് പറയാം, നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം. ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് പോകും, മറ്റേത് പോകും, ഇറ്റേത് പോകും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇതിനൊക്കെ പ്രതികരിക്കണം. ഒന്നുമില്ലെങ്കിലും മോഹൻലാലിന്റെ പേരും ഇതിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ടല്ലോ. ടിനി ടോം എന്ന പരനാറി മലന്ന് കിടന്ന് തുപ്പുന്നതിന് പകരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിന്റെ നേർക്കാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ജയിലിൽ പോയിട്ട് ഇപ്പോൾ കിടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചോളും. എനിക്ക് ഇവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് കോംപ്രമൈസ് ആക്കിയിട്ട് ഇവിടം കൊണ്ടൊന്നും തീർക്കരുത് എന്നാണ്. അൻസിബ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നീന കുറുപ്പിനെ വിളിച്ച ആ തെറികളൊക്കെ നിങ്ങൾ കേട്ടതാണ്. സ്വന്തം സഹപ്രവർത്തകനെയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീന കുറുപ്പും അമ്മയിൽ പോയി പരാതി കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. ഇവനൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ഈ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.